ഇന്ന് ഒരു പ്രമുഖ വ്യക്തിയുടെ ജന്മദിനമാണ്. ചെറിയൊരു വ്യക്തിയല്ലത് കേട്ടോ. പെൺകരുത്തിൻ്റെ ആൾരൂപമാണ്. നിലയ്ക്കാത്ത ഒരു ശബ്ദമാണ് മലാല യൂസഫ്സായി. നിങ്ങൾക്കറിയാം, 26-ാം പിറന്നാളാണ് മലാലയ്ക്ക്. മലാല തീവ്രവാദികളുടെ വെടിയേറ്റ് മരണത്തോട് അടുത്തപ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വല്ലാത്ത ആത്മധൈര്യം കാണിച്ച പെൺകുട്ടി. അതാണ് മലാല. സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോഴാണ് സംഭവിച്ചത്. പാകിസ്ഥാനിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ താലിബാൻ ഭീകരരുടെ വെടിയേറ്റാണ് മലാലയ്ക്ക് 2014 സമാധാനത്തിന് നോബൽ സമ്മാനത്തിലേക്ക് കയറാൻ കഴിഞ്ഞത്. കാരണം ഭീകരർ വെടിയേറ്റിട്ടും തളരാത്ത മനസ്സുമായി മുന്നോട്ടു പോയ മലാല സമാധാനത്തിന് ഏറ്റവും വലിയ പ്രതീകമാണെന്ന് നോബൽ സമ്മാന കമ്മിറ്റി തീരുമാനിച്ചു. പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിൽ വനിതാ അവകാശ പ്രവർത്തകൻ സിയാവുദ്ദീൻ യൂസഫ്സായിയുടെ മകൾ മലാല യൂസഫ്സായി ലോകശ്രദ്ധ ആകർഷിച്ചത് യാഥാസ്ഥിതിക സമൂഹത്തിനെതിരെയുള്ള സന്ധിയില്ലാ സമരത്തിലൂടെയാണ്. 9-ാം വയസ്സിൽ ഈ പെൺകുട്ടി മതാന്ധരുടെ കണ്ണിലെ കരടായി മാറിയെങ്കിൽ എത്രമാത്രം കരുത്തയാണ് മലാലയെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. സ്കൂളിൽ പോകുന്നതിനും പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിലും വിലക്കേർപ്പെടുത്തിയ താലിബാൻ പാകിസ്ഥാനിലെ സ്കൂളുകൾ തകർത്താണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നത്. പ്രതിസന്ധി രൂക്ഷമായപ്പോൾ സമൂഹമാധ്യമങ്ങളെ ആശ്രയിക്കുകയാണ് മലാല ചെയ്തത്. എനിക്ക് ഭയമാകുന്നുവെന്ന് സമൂഹമാധ്യമത്തിൽ എഴുതി തുടങ്ങി ഈ ധീരയായ പെൺകുട്ടി. തിരിച്ചടി അതിഭീകരമായിരുന്നു. സ്കൂളിൽ നിന്നും മടങ്ങുമ്പോൾ മലാലയ്ക്ക് വെടിയേറ്റു. ബസ് തടഞ്ഞു നിർത്തിയ താലിബാൻ ഭീകരർ മലാലയെ തെരഞ്ഞുപിടിച്ച് 3 വട്ടം വെടിവെച്ചു. ഒരു വെടിയുണ്ട തല തുളച്ച് കടന്നുപോയി. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കു ശേഷമാണ് മലാല പഴയ നിലയിലേക്ക് തിരികെ എത്തിയത്. ബ്രിട്ടീഷ് പത്രപ്രവർത്തക ക്രിസ്റ്റീന ലാംബുമായി ചേർന്നെഴുതിയ മലാലയുടെ ജീവചരിത്ര കൃതിയാണ് ഞാൻ മലാല. സിറിയയിലും കെനിയയിലും നൈജീരിയയിലും റുവാണ്ടയിലുമുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിച്ചാണ് മലാല തന്റെ സാന്നിധ്യം ഊട്ടിയുറപ്പിച്ചത്. ലോകത്തെ തെല്ലും അത്ഭുതപ്പെടുത്താതെ 17-ാം വയസ്സിൽ നൊബേൽ പുരസ്കാരം. അവഗണിക്കപ്പെടുന്ന, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട എന്റെ സഹോദരിമാർക്കൊപ്പം ജന്മദിനം ആഘോഷിക്കണമെന്നതാണ് മലാലയുടെ മോഹം. ഇപ്പോൾ ബർമിംഗ്ഹാമിൽ താമസിക്കുന്ന മലാലയുടെ ജീവിത പങ്കാളി കായികപ്രേമിയും BBC-യിലെ ഉന്നത ഉദ്യോഗസ്ഥനുമായ അസർ മാലിക്കാണ്. റിസർച്ച് ഡെസ്ക് 24. നമ്മൾ മലാലയ്ക്ക് ജന്മദിന ആശംസകൾ നേരുന്നു. ലോകത്ത് പെൺകരുത്തിൻ്റെ പ്രതീകമായിട്ട് ഈ പെൺകുട്ടി ജീവിക്കട്ടെ. ലോകത്ത് സമാധാനം കളിയാടാൻ പ്രേരകമാകട്ടെ.